ഹലോ ഗൈസ്, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലി അവരോടാണ് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ഫ്രണ്ട് സർക്കിളൊന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അധികമായിട്ട് ഡീപ്ലി ഞാൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാൽ എനിക്ക് പേടിയാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ. വണ്ടിയിൽ ഈ കരിക്ക് വിൽക്കുന്നത് പുതിയൊരു ഇതായിട്ട് തോന്നി കേട്ടോ. ഇതെൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്. അവരെന്നെ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ അവരുടെ വീഡിയോ പോയി എടുത്തത് കേട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, കളിയാക്കുന്നതിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണ്ടേ. ഇത് കണ്ടോ, സ്ട്രീറ്റിൽ ഇന്ന് തണ്ണിമത്തനാണ് അച്ചാച്ചൻ വിൽക്കാൻ വെച്ചേക്കുന്നത്. നമുക്ക് പല റേറ്റിന് കിട്ടും. ഇവിടെ കുറേ അമ്മച്ചിമാർ ഈ പൂക്കൾ വിൽക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. കണ്ടോ, അവരൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കി. ഇത് ബേക്കറിയിൽ ഞാൻ പോകുമ്പോൾ ഒഴിവാക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഫ്രീസറിൽ ഇഷ്ടംപോലെ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വാങ്ങാറില്ല. അറ്റത്തിരിക്കുന്ന സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോയി. ഈ ഫ്രൂട്ടിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടോ. മുട്ടപ്പഴം എന്ന പുള്ളിക്കാരി പറഞ്ഞു, പക്ഷെ അതല്ല. ആത്തച്ചക്ക കണ്ടപ്പോൾ അത് വാങ്ങി. ഇന്നും അത് പഴുത്തിട്ടില്ല കേട്ടോ. 20 രൂപ വെച്ചിട്ട് 2 വാങ്ങിയത് 40 രൂപയ്ക്ക്. പക്ഷെ അത് പഴുത്തിട്ടില്ല, പഴുക്കുമായിരിക്കും. ഈ അമ്മച്ചിയുടെ അടുത്ത് ഞാൻ പേരയ്ക്കൊക്കെ വാങ്ങാറുള്ളതാണ്. 1 കിലോയ്ക്ക് എടുക്കാൻ പറഞ്ഞു. പക്ഷേ ഞാൻ എന്തോ 2 വാങ്ങിച്ചുള്ളൂ, പക്ഷെ പഴുത്തിട്ടില്ല. തിരിച്ച് റൂമിൽ വന്നിട്ട് ഒരു കോഫിയും ബണ്ണുമാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയോ, ഫ്രണ്ട് സർക്കിളൊക്കെ ഡിപ്പെൻസി ആണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനാണ്. ഞാൻ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് കേട്ടോ. സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആണ് ഞാൻ. അത് കാരണം ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. എനിക്കതിന് താല്പര്യമില്ല. ഡീപ്ലി റിലേഷൻഷിപ്പ് ഈസ് പെയിൻഫുൾ. താങ്ക് യു സോ മച്ച്.